പ്രിയമുള്ളവരെ, തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ കഴിഞ്ഞു. കേരളത്തിൽ ഇന്ന് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലാണ്. നമുക്കറിയാം, മലയാളിയുടെ ഒരു സങ്കല്പം എപ്പോഴും മലയാളി ഇനി എത്രയായാലും ഒരു മാറ്റം ചിന്തിക്കുന്ന ആളാണ്. അപ്പം നമുക്കൊരു നല്ലൊരു വാഹനം ഉണ്ടെങ്കിലില്ല, ആ വാഹനത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല, എന്നാലും നമുക്ക് വേറെ വാഹനം വേണ്ടി വരും. കാരണം അതൊരു മലയാളിയുടെ രീതിയാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ ഈ 10 വർഷം ഭരിച്ചപ്പം ഭരണത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പക്ഷെ എന്നാലും ഒരു മാറ്റം വേണം. പക്ഷെ ആ മാറ്റം വേണമെന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്ത കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരു 2 ആഴ്ചന്റെ മേലെയായി വളരെ അരക്ഷിതാവസ്ഥയിലാണ്. കാരണം ഇന്ത്യയിലെ പ്രബലമായ ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടി. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന് ശേഷം വർഷങ്ങളോളം നാട് ഭരിച്ചൊരു കക്ഷി ഇന്ന് പല സംസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, പലയിടത്തും തകർന്നടിഞ്ഞു. പക്ഷെ ഇപ്പം കുറച്ചുകൂടി ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചു വരുന്നുണ്ട്. കേരളത്തിന്റെ ചരിത്രം നേരെ തലതിരിച്ചാണ്. കാരണം കേരളത്തിൽ കോൺഗ്രസ് വന്നതിന് പിന്നെ അടുത്ത മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റാണ്. ഇങ്ങനെ വരില്ലേ, അങ്ങനെ ഓരോ പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് 2 തവണ തുടർ ഭരണം ലഭിച്ചത്. പക്ഷെ ഈ ഭരണത്തിൽ ഇത്രയും ഒരു പരാജയം വന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ചില പാർട്ടികളുടെ വോട്ടുകൾ ഒരിക്കലും മാറി മറിയാറില്ല. അത് പറയുന്നതിന് ഒരു ഭയവും ഞങ്ങൾക്കില്ല. CPM-ന്റെ വോട്ടുകൾ കാലാകാലങ്ങളായിട്ട് ആ പാർട്ടിയുടെ വോട്ടുകൾ ആ പാർട്ടിക്ക് മാത്രമേ പോകും. അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ആ പാർട്ടിക്കല്ലാതെ വേറൊരു പാർട്ടിക്ക് പോകില്ല. അവർ ഇലക്ഷന് ചിലപ്പം കോൺഗ്രസ് ആയിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഒരു പാരവെപ്പോ അല്ലെങ്കിൽ ഒരു കുതികാൽ വെട്ടോ മറിച്ചു കൊടുക്കുന്നു ലീഗ് രാഷ്ട്രീയത്തിലില്ല. ഇതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ. പക്ഷെ ഈ വർഷം വളരെ വളരെ നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവം CPM-ന്റെ അകത്ത് വന്നു. CPM-ന്റെ കോട്ടക്കൊത്തലാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലൊക്കെ എന്തുമാത്രം വോട്ട് ചോർച്ചയാണ് വന്നത്. വടകര നമുക്കറിയാം, ഈറ്റില്ലമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. വടകരയിലൊക്കെ ക്ഷയിച്ചു വരുന്നു പാർട്ടി. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ പാർട്ടി എപ്പോഴും ഉണ്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യക്തികളിൽ ഒതുങ്ങി നിൽക്കാറില്ല പാർട്ടി. കാരണം പാർട്ടിക്കാണ് അവിടെ പ്രത്യേകത ഉണ്ടാകും. പക്ഷെ നായനാറുടെ മരണത്തിന് ശേഷം ഒരു പ്രബലമായ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആൾ തന്നെയാണ് പിണറായി വിജയൻ. ഇപ്പൊ ഈ ഒരു ഇലക്ഷന് തോറ്റു എന്ന കാരണം കൊണ്ട് പിണറായി വിജയൻ എന്നുള്ള സഖാവിന്റെ ക്വാളിറ്റികൾ അളക്കാനൊന്നും ആരും എത്തിയിട്ടില്ല. കാരണം ധാർഷ്ട്യ സ്വഭാവം ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നായനാറെ പോലെയല്ല പിണറായി. കാരണം നായനാറൊക്കെ പാർട്ടിയുടെ വേദികളിൽ ഞാനൊക്കെ ഒരുപാട് കണ്ണൂർ സ്റ്റേഡിയം കൊണ്ട് വന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്. കാരണം അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ സംസാരിച്ച് ഇങ്ങനെ വലിയ പാർട്ടി വേദിയായിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടോ നിങ്ങൾക്കറിയില്ലടോ എന്ന് അയാൾ പറയും. അപ്പൊ തൊട്ടടുത്തൊരു സഖാവായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരൻ. അപ്പൊ അവൻ പറയും, അല്ല അത് അങ്ങനല്ല ഇങ്ങനെയാണ്. അപ്പോഴും അവരായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും പാർട്ടി വേദിയിൽ. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പം ഈ ബാക്കിലിരുന്ന പാർട്ടിയുടെ ജില്ലാ നേതാക്കന്മാർ ഇങ്ങനെയൊക്കെ കാണിക്കും. പക്ഷെ അത് നായനാർ അത് ചെവിക്കുള്ളൂ. കാരണം നായനാരുടെ ശൈലി അങ്ങനെയാണ്. അത് മുഖ്യമന്ത്രി ആയ സമയത്തോടെ അങ്ങനെയാണ്. പക്ഷെ പിണറായി വിജയന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അച്ചടക്കമുള്ള, അതായത് അയാൾക്ക് ഒരു ഡിസിപ്ലിൻ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ആരെങ്കിലും വന്ന് ഒരു സെൽഫി എടുക്കണം, ആരെങ്കിലും വന്ന് കൈ കൊടുത്ത് അതിനൊന്നും മൂപ്പര് നിൽക്കില്ല. അത് മൂപ്പരൊരു ക്വാളിറ്റിയാണ്. അതിന് നമ്മൾ വേറെ വിധത്തിൽ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയൻ വളരെ ഗൗരവമാണ്. അത് ഗൗരവത്തിന്റെ സമയത്ത് ഗൗരവം വേണം. അത് ഓരോ വ്യക്തികളെ നമുക്കറിയാം. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി, ഇപ്പൊ എന്നെ പോലുള്ള ഒരു യൂട്യൂബർ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് പോയി കുഞ്ഞാലിക്കുട്ടി കൈയും പിടിച്ച് സംസാരിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ആണെന്നില്ല. അത് ഓരോ വ്യക്തികളെ ഒരു പ്രത്യേകത മാത്രമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തില് ഇന്നിപ്പം VD സതീശനെ കേരളത്തിലെ ജനങ്ങൾക്ക് VD മുഖ്യമന്ത്രിയാണ്. പക്ഷെ VD സതീശന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം, കോൺഗ്രസ് എന്നൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചവർക്കറിയാം, കോൺഗ്രസിൽ ഗ്രൂപ്പില്ലെങ്കിൽ കോൺഗ്രസിന് പിടിച്ചേക്കാൻ പറ്റില്ല. ഗ്രൂപ്പിൽ എന്താണ്, അതിലൊരുപാട് MLA-മാരെ സ്വാധീനം ഉണ്ടാവും. പക്ഷെ ഈ പച്ച മനുഷ്യന് ഗ്രൂപ്പില്ല. അതുകൊണ്ട് അയാൾക്കൊരു പ്രത്യേക, കേരളത്തിൽ ജനങ്ങൾ അയാളുടെ കൂടെ ഉണ്ടെങ്കിൽ കൂടി ഗ്രൂപ്പില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇത്രത്തോളം ഹൈക്കമാൻഡിൽ പോയി ചർച്ച നടന്നു. KC കാണും, രമേശനാണും, ഇതൊക്കെ ചർച്ചകൾ വന്നു. തീർച്ചയായും മിക്കവാറും എന്റെ ഒരു അഭിപ്രായത്തിൽ VD സതീശൻ തന്നെയാണ് വരിക. പക്ഷെ ഇത്രയും ദിവസം അരക്ഷിതാവസ്ഥയിലെത്തി കേരളത്തിലെ കോൺഗ്രസ്സുകാർ പരസ്യമായി രംഗത്തിറങ്ങി. ഇതൊക്കെ നമ്മളിപ്പോ ഈ അടുത്ത് കണ്ട ഒരു കാര്യമാണ്. അപ്പൊ ചുരുക്കത്തില്
കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു കാര്യം ഇനി അങ്ങോട്ട് നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ ഒരു പുനർവിചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്കറിയാം കണ്ണൂരും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടാണ് മുസ്ലിം ലീഗുകാർ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കാറുള്ളത്. അത് അവർ കൈമറന്ന പ്രവർത്തനമായിരുന്നു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ വിജയിപ്പിച്ച് ഇവരൊരു ലെവലിൽ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ കോൺഗ്രസിലുള്ള ആൾക്കാർ തന്നെ ലീഗിനെ പഴിചാരുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ പഴിചാരുന്ന സ്വഭാവം ഇന്നലെ ഒന്നും ഉള്ളതല്ല. ജവഹർലാൽ നെഹ്റുവിന്റെ ആ ഒരു വേദിയിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, CH മുഹമ്മദ് കോയ സാഹിബ് ഇരുന്ന വേദിയിൽ പറഞ്ഞിട്ടുണ്ട് ലീഗ് ചത്ത കുതിരയാണ്. അപ്പോഴാണ് CH പറഞ്ഞത് ലീഗ് ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. അത് ആ കാലഘട്ടത്തിൽ തന്നെ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിട്ട്. പിന്നെ നമുക്കറിയാം ഈ വയനാടൊക്കെ ഇലക്ഷന്റെ സമയത്ത് പച്ചക്കൊടി, പാകിസ്ഥാന്റെ കൊടി, ആ വിഷയൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. അപ്പം ഇന്ത്യയിലെ കേരളത്തിലെ പൊതുധാര രാഷ്ട്രീയത്തില് നമ്മൾ ഒരു അധികാരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ എത്തിക്കുന്നത് തീർച്ചയായും വികസനങ്ങൾ കണ്ടുകൊണ്ടാണ്. പക്ഷെ ഈ വികസനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ ഗ്രൂപ്പുകൾ കൊണ്ട് കഴിയില്ല. കാരണം ഇപ്പം തന്നെ നമ്മൾ നോക്കും, നമ്മുടെ കുട്ടികൾ 2 മാസത്തിന്റെ മേലായി അവർ എക്സാം കഴിഞ്ഞാൽ അവരിങ്ങനെ നെഞ്ചിടിപ്പാണ്. എപ്പോഴാണ് റിസൾട്ട് ഓക്കെ, ചിലപ്പം വെള്ളിയാഴ്ച പല പ്രഖ്യാപനം വരും. പക്ഷെ ഒരു മുൾമുനയിൽ നിർത്തിയില്ലേ? കാരണം നീട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു വിദ്യാഭ്യാസ മന്ത്രിയില്ല, മന്ത്രിസഭയുടെ ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. എനിക്കാവണം എന്ന് പറഞ്ഞ് എത്ര മാസങ്ങൾ ഇതിങ്ങനെ. ഇനിയിപ്പം വകുപ്പ് ചർച്ചകൾ, വകുപ്പ് മന്ത്രിമാരെ കാര്യങ്ങൾ വരുമ്പോൾ അത് വേറൊരു വിഷയം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ 10 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം അല്ലെങ്കിൽ CPM നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത പല പദ്ധതികളുണ്ട്. നമുക്കറിയാം, ഏത് രാഷ്ട്രീയക്കാരനും അറിയില്ലേ കേരളത്തിലെ റോഡുകളെ കുറിച്ചിട്ട്. വിദ്യാഭ്യാസ മേഖല ഒരു കാലഘട്ടത്തിൽ സ്വകാര്യ താല്പര്യത്തിന് മാത്രം ഊന്നൽ നൽകിയ വിദ്യാഭ്യാസ മേഖലയെ എന്താണ്, ഏതൊരു നിലയിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇപ്പം നിലനിർത്തിയിട്ടുള്ളത്? സ്കൂളുകളൊക്കെ ഹൈടെക് ആയി, കുട്ടികൾക്കൊക്കെ പുസ്തകങ്ങളെ ഒരു പ്രശ്നം വരുന്നില്ല, ഒക്കെ അറിയുന്ന കാര്യം. അത് ഹോസ്പിറ്റൽ, ഇപ്പൊ ഞാനിപ്പോ കണ്ണൂർ ജില്ലയിലുള്ള ആളാണ്. കണ്ണൂരിലെ ജില്ലാ ആശുപത്രി എങ്ങനെയായിരുന്നു ഞാനൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത്? അവിടെ പശുക്കൾ അവിടെ ഇങ്ങനെ കടന്നുറങ്ങുന്നുണ്ടാവും. പിന്നെ റോഡ് വക്കിലൊക്കെ ഉള്ള യാചകന്മാർ മാത്രം വന്ന് കിടക്കുന്ന ഒരു ഹോസ്പിറ്റൽ പോലെ ആയിരുന്നു കണ്ണൂർ ജില്ലാ ആശുപത്രി. ഇന്നെന്താ കണ്ണൂർ ജില്ലാ ആശുപത്രി? അപ്പം ഒരുപാട് വികസനങ്ങൾ, വർഗീയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല, മദ്രസകൾ പൂട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ നല്ല പ്ലസ് പോയിന്റ് ചെയ്തു. എന്നിട്ടും പരാജയം വന്നതിന്റെ കാരണം, അതിന്റെ മെയിൻ കാരണം വന്നത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ വോട്ട് മറിച്ചു കൊടുത്തു. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം 10 വർഷമായിട്ട് സഖാക്കൾക്കുള്ള ചില പ്രയാസങ്ങൾ, ചില കാര്യങ്ങൾ പറഞ്ഞത് എടുക്കാഞ്ഞത് തീർച്ചയായിട്ടും യാതൊരു സംശയമായിട്ട് കണ്ണൂരിലും പയ്യന്നൂരിലും തളിപ്പറമ്പിലും എന്തിന് അമ്പലപ്പുഴയിലെ G. സുധാകരൻ അടക്കം വിജയിക്കാനുള്ള കാരണവും അവിടെ ഇടതുപക്ഷം പരാജയപ്പെടാനുള്ള കാരണവും ഇത് തന്നെയാണ്. കാരണം ഇവരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പൊ നമുക്കറിയാം വടകരയില് രമ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയിട്ടൊന്നുമില്ല. രമക്ക് ഒരു RMP റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പം തന്നെ UDF-ൽ CP ജോൺ, അവര് MV രാഘവന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയാണ് ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് ഒന്നും അവർ വിട്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇനി പക്ഷെ ഈ ഒരു വിധത്തിലൊന്നും ആരും ഒരു CMPയോ അല്ലെങ്കിൽ വേറെ ഒരു RMPയോ വെച്ചിട്ടൊന്നും ഒരു പുതുതാരയായിട്ടൊന്നും വളരാനൊന്നും പറ്റില്ല. അത് ചില വ്യക്തികളെ ഉള്ളിടത്തോളം കാലം അതങ്ങ് നിലനിൽക്കും. വ്യക്തികൾ പോയി കഴിഞ്ഞാൽ അതോടെ അത് തീരും. പക്ഷെ CPM അങ്ങനെയല്ല. CPM ഇന്ത്യയിലൊരു ബഹുജന പാർട്ടിയാണ്. അത് വ്യക്തികൾ ആശ്രയിച്ചിട്ടൊന്നുമല്ല. വലിയ നേതാക്കന്മാർ മാറിയിട്ടുണ്ട്, പോയിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. എന്നിട്ടൊക്കെ പാർട്ടി, കാരണം അതൊരു സയൻസ് ആണല്ലോ. പ്രത്യേകിച്ച് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ഒരു സയൻസ് ആണല്ലോ. അത് ഒരു പാർലമെന്ററി മോഹത്തിൽ മാത്രം വന്നിട്ടൊന്നും നിൽക്കുന്ന ഒരു പ്രതിഭാസം ഒന്നല്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വളരെ വൃത്തികെട്ട, അതായത് ഇന്ന് ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷം കാണാത്ത തരത്തിലുള്ള ഒരു പ്രവണതയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ VD സതീശൻ മുഖ്യമന്ത്രി ആണെന്ന് തന്നെയാണ്. അത് തുറന്ന് ഞാനങ്ങ് പറയും. കാരണം പിന്നാരാവേണ്ടത്? കാരണം അദ്ദേഹം ഈ കേരളത്തിലെ ഈ UDF-ന്റെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം അഹോരാത്രം പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഏതെങ്കിലും വ്യക്തിക്ക് പറയാൻ പറ്റും 100 ചില്ലാനം സീറ്റ് എഴുതി പറയും പോലെയാണ് അയാൾ പറഞ്ഞത് ഇന്ന മണ്ഡലത്തിൽ ഇന്ന് അവർ ജയിക്കും. അത്രയും കൃത്യമായ ഒരു വിശകലനം അയാൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് വേണ്ടെന്നുള്ളൊരു അഭിപ്രായം വന്നു. എന്താ ഈ ഹൈക്കമാൻഡ് മാത്രമൊന്നുമല്ലല്ലോ ഇവിടെ കേരളത്തിലേക്ക് അവർ വന്നിട്ടുണ്ടാവും, പ്രസംഗിച്ചിട്ടുണ്ടാവും. പക്ഷെ കേരളത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ഒരു മുഖച്ഛായ 10 വർഷത്തിന് ശേഷമുള്ള ഒരു പ്രതിച്ഛായ, ഒരു മുഖച്ഛായ മാറ്റിയെടുത്താലാണ് VD സതീശൻ. അപ്പം ഈ പറഞ്ഞു വന്നത് നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയമായി. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലുള്ള
മുസ്ലിം ലീഗിനെ പോലുള്ള ഇന്ത്യയിലെ മതേതര പാർട്ടി, കാരണം മതേതര പാർട്ടി എന്ന് തന്നെ പറയാം. കാരണം ലീഗിന്റെ പൊതു രാഷ്ട്രീയത്തെ കുറിച്ച് ആർക്കും അഭിപ്രായമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുള്ളവർക്ക് അറിയാം മതേതര പാർട്ടിയാണ്. എത്രയോ കാലങ്ങളിൽ ലീഗ് ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗം വർഷങ്ങളോളം അഖിലേന്ത്യാ ലീഗ് CPM-ന്റെ കൂടെ, ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഒരു മാറ്റമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിട്ട് മലയാളി കാറ് മാറ്റുന്ന പോലെ നമ്മൾ ഈ ഇലക്ഷന്റെ വോട്ടിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വികസനം മുരടിക്കുക. കാരണം ഒരുപാട് വികസനങ്ങൾ, അതിന്റെ ഒരുപാട് അജണ്ടകളും അടുത്ത തുടർഭരണത്തിൽ അതിന് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ട്രെൻഡിന്റെ ഇതിൽ അതൊക്കെ അങ്ങ് ഒലിച്ചുപോയി. പിന്നെ സഖാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു, പക്ഷെ ആ ഷോക്ക് ട്രീറ്റ്മെന്റ് കുറച്ച് കൂടിപ്പോയി. കാരണം നമുക്കറിയാം നല്ല നല്ല മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ ഉണ്ടായില്ലേ. ഇപ്പം കണ്ണൂരുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ, ആർക്കാണ് അയാളോട് എതിരെ അഭിപ്രായം ഉണ്ടാകുക? കാരണം എത്ര വർഷമായുള്ള കോൺഗ്രസിന്റെ KSUവിന്റെ സ്ഥാപക നേതാവാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഒരു അഴിമതിക്കറ പുരളാത്ത, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിനും പരാജയം നേരിടേണ്ടി വന്നു. അങ്ങനെ എത്ര മന്ത്രിമാർ. ഇതൊക്കെ എന്നാൽ ഒരു നല്ല പ്രവണതയല്ല. പക്ഷേ എന്നിരുന്നാലും കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന ഇപ്പൊ നടക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവ്, അടി, അതുപോലെ തന്നെ ഗ്രൂപ്പ് വഴക്ക്, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഒരു സുസ്ഥിരമായ, ഒരു ജനകീയമായ ഒരു ഭരണം എത്രമാത്രം ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായും അരക്ഷിതാവസ്ഥയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടിയെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള ചില സംസാരങ്ങളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നുള്ളത്. കാരണം അവരെ ഒരു സ്വഭാവം ഇതാണ്. എനിക്ക് പറയുന്നതിന് യാതൊരു പ്രശ്നമില്ല. കാരണം എനിക്ക് നിഷ്പക്ഷമായിട്ട് അഭിപ്രായങ്ങൾ പറയാം. കാരണം രാവും പകലും ഇല്ലാതെ പ്രവർത്തിച്ചിട്ട് ഈ UDF-നെ വിജയിപ്പിച്ച പിന്നെ അവരെ കുറിച്ചിട്ട് പറയുമ്പോൾ ആർക്കാലും ഒരു ഇതുണ്ട്. കാരണം ഒരു ഘടക കക്ഷിയിലുള്ള ഒരു പാർട്ടിയാണ്. പക്ഷെ ഇങ്ങനെയുള്ള യാതൊരു പ്രതിഭാസങ്ങളും ഇടതുപക്ഷത്തിൽ ഉണ്ടാവില്ല. ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ മന്ത്രിസഭ അങ്ങ് രൂപീകരിക്കും. കൃത്യമായ അച്ചടക്കത്തിൽ അതങ്ങ് പോകും.